കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഉദ്ധാനം എന്നതിന് തിരിച്ചുവരവ് എന്നൊരർത്ഥം കൂടിയുണ്ട്. മരണത്തിൽ നിന്നും ജീവനിലേക്ക്, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്, തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക്, അവമതിയിൽ നിന്നും ബഹുമതിയിലേക്ക് ഒക്കെയുള്ള ഒരു തിരിച്ചുവരവ്. ജീവിതം കൈവിട്ടു പോയി എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു കൈത്തിരിവട്ടം തെളിയിച്ചു വെക്കുകയാണ് ഉദ്ധാനത്തിരുന്നാൾ. റേഡിയോ പ്രിയോറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് റേഡിയോ പ്രിയോറിന്റെ അതിഥികൾ 2021 നവംബർ 1 മുതൽ റേഡിയോ പ്രിയോറിനോടൊപ്പം നടന്ന സെന്റ് ഫിലോമിനാസിന്റെ സ്വന്തം അധ്യാപകരാണ്. ഇന്നവർ പലയിടങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഈ ഈസ്റ്റർ എപ്പിസോഡിൽ ഒരുമിക്കുകയാണ് റേഡിയോ പ്രിയോറിനായി. ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്ററായ ജോളി സാറിന്റെ റേഡിയോ പ്രിയോർ എന്ന ആശയം സാക്ഷാത്കരിച്ച ശ്രീ AD ആന്റണി സാർ ഈ വർഷം ഔദ്യോഗികമായി കൂട്ടം പിരിയുകയാണെങ്കിലും സാറ് നട്ട് നനച്ച് വളർത്തിയ ഈ സംരംഭം 284 എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ പടിയിറങ്ങാം. ഔദ്യോഗിക ജീവിതത്തിന്റെ പുസ്തകത്താളുകളിൽ ഞാനും കോറിയിട്ടു സുവർണ ലിപികളിൽ ഒരു പേര്, റേഡിയോ പ്രിയോർ. തിരിച്ചുവരവിന്റെ ഈ മനോഹര നിമിഷങ്ങളിൽ ഞാൻ പ്രീത പയസ് സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പുഴയോരത്ത് നട്ട തരു പോലെയാണ് പൗരോഹിത്യം. വേരുകൾ ക്രിസ്തുവെന്ന ജലരാശിയെ എന്നും ചുംബിച്ചിരിക്കും. മൺകുടത്തിലെ നിധി പോലെയാണ് പൗരോഹിത്യം. ഉള്ളിലടങ്ങിയ നിധിയാണ് മൺകുടത്തെ പൊൻകുടമാക്കുന്നത്. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം പോലെയാണ് പൗരോഹിത്യം. അർഹിക്കുന്നതിനും അധികം പകുത്തു നൽകും. പുരോഹിത, നിന്റെ മഹത്വം എത്രയോ വലുതാണ്. ഇന്ന് റേഡിയോ പ്രിയോറിലൂടെ ഈസ്റ്റർ സന്ദേശം നൽകുന്നത് റവറൻ ഫാദർ ആന്റണി റാഫേൽ കോമരഞ്ചാത്ത് അച്ഛനാണ്. ജീവദീപ്തിയുടെ ചീഫ് എഡിറ്ററായും പച്ചാളം ലൂർദ് ഹോസ്പിറ്റലിന്റെ ചാപ്ലിനായും സേവനമനുഷ്ഠിക്കുന്ന ആന്റണി അച്ഛന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. യേശുവിൽ പ്രിയമുള്ളവരെ, ഉദ്ധാന മഹോത്സവത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുകയാണ്. ഉദിതനായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും അതിലേറെ സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തമായ തെളിവ് എന്ന് പറയുന്നത് ശൂന്യമായ കല്ലറയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 2 തിരുവചനം പറയുന്നുണ്ട്, ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് അവൾ കണ്ടു എന്ന്. ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ശക്തമായ തെളിവ് ശൂന്യമായ കല്ലറയാണ്. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരു കല്ലറയും ശൂന്യമായിരുന്നിട്ടില്ല. അവൻ്റേതല്ലാതെ ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് എത്തിയ മഗ്ദലേന മറിയം അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അത് ശൂന്യമായതിന് പിന്നിൽ ഒരു മോഷണ ശ്രമത്തെയാണ് അവൾ ആദ്യം സംശയിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്,
കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നുവെന്ന് അവളുടെ സങ്കടത്തിൽ നമുക്കത് വായിച്ചെടുക്കാം. കല്ലറ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാന രംഗമൊരുങ്ങുന്ന ഇടമല്ല, ഇതാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അവൻ്റെ ഉദ്ധാനത്തോടെ അത് അടഞ്ഞ ഗുഹയല്ലാതെ നിത്യജീവിതത്തിലേക്ക് തുറക്കുന്ന വാതിലായി മാറി. ഈ കല്ലറ നമുക്ക് ഒരു ധ്യാന വിഷയമാണ്. 6 അടി മണ്ണിന്റെ ജന്മി മാത്രമാണ് മനുഷ്യൻ എന്ന ദർശനത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കല്ലറ നിസ്സാരതയുടെ പ്രതീകം കൂടെയാണ്. ഈ കല്ലറയ്ക്ക് അതീതമായിട്ട്, മൂടിവെച്ച കല്ലറയിൽ നിന്ന് അതീതമായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ് ശൂന്യമായ കല്ലറ നമ്മളോട് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കച്ചയെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എന്ന്. കല്ലറയിലെ കച്ച കണ്ട് അത് കർത്താവിൻ്റെതാണെന്നും കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്നും ശിമിയോൻ പത്രോസിനും യോഹന്നാനും ബോധ്യമാകുന്നത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. കച്ചയ്ക്കൊരു പിന്നാമ്പുറമുണ്ട്. ബത്ലഹേമിൽ രക്ഷകന്റെ തിരുപ്പിറവിയുടെ അടയാളമായിട്ടാണ് ആദ്യം അത് പ്രത്യക്ഷപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, പിള്ളക്കച്ചയിൽ പൊതിന നിലയിൽ ഒരു ശിശു ആയിരുന്നു രക്ഷകന്റെ സൂചന എന്ന്. പിന്നീട് ഒടുവിലത്തെ അത്താഴത്തിനിടയിൽ ശിഷ്യരുടെ പാദങ്ങൾ അരികെ കുനിഞ്ഞിരിക്കുന്ന ഗുരുവിൻ്റെ അരപ്പട്ട കച്ചയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മേൽക്കുപ്പായം അഴിച്ച് ഒരു കച്ച അരയിൽ ചുറ്റി ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയെന്ന്. ചുംബിക്കുമ്പോൾ തടസ്സം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ശിമിയോൻ പത്രോസും ഉണ്ടായിരുന്നു. അപ്പോൾ കച്ച അവൻ്റെ ജനന സമയത്തും പാദശാളന സമയത്തും നമ്മൾ ഈ കച്ച കാണുന്നുണ്ട്. ഒടുവിൽ കാൽവരിയിലെ കുരിശിൽ നിന്നും തിരുശരീരം താഴെ ഇറക്കി സംസ്കരിക്കുമ്പോൾ ക്രിസ്തു വീണ്ടും കച്ചയുടെ ചാരയാകുന്നുണ്ട്. ഇപ്പോൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ശിമിയോൻ പത്രോസിന് കച്ച ഉദ്ധാന രഹസ്യത്തിലേക്കുള്ള ഒരു വലിയ അടയാളമായിട്ട് മാറുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രതീകം കരച്ചിലാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? അവൾ കരയുന്നത് കർത്താവ് അവിടെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാകുമ്പോഴാണ്. പക്ഷെ കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? ആ ചോദ്യത്തിൽ നീ ഇനി മുതൽ കരയരുത് എന്ന് അർത്ഥം കൂടെയുണ്ട്. ഉദ്ധിതൻ കരച്ചിലെല്ലാത്തിനും വിരാമം ഇട്ടുകൊണ്ട് സന്തോഷത്തിൻ്റെ അടയാളമായിട്ട് അവളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കരച്ചിലിന് വിരാമമിടാനാണ് ഉദ്ധിതൻ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉദ്ധിതൻ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. സങ്കടങ്ങളെല്ലാം അവിടെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉദ്ധാന രഹസ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ശൂന്യമായ കല്ലറയും കച്ചയും കരച്ചിലും പ്രതീകങ്ങളാണ്. പക്ഷേ അത് ശക്തമായ തെളിവായിട്ട് മാറുകയാണ്. ഉദ്ധിതൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉദ്ധാനം നിന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും വിരാമമിടുന്ന വളരെ വലിയ യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം 27:1 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം?
46-ാം സങ്കീർത്തനം 1-ാം തിരുവചനം വായിക്കുന്നുണ്ട്, ദൈവമാണ് നിന്റെ അഭയം ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ജീവിതത്തിൽ സാന്ത്വനമായി സന്തോഷമായി ഉദ്ധിതൻ നമ്മുടെ ചാരയുണ്ട്. അവനെ നമുക്ക് ദർശിക്കാം, നമുക്കവനെ അനുഭവിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിശബ്ദമായി ചേക്കേറി ഹൃദയത്തിൽ കൂടുകൂട്ടുന്ന ചിലരുണ്ട്. കാലം അതിനെ സൗഹൃദമെന്ന് വിളിച്ചു. ആരോരും അറിയാതെ കരഞ്ഞപ്പോഴും ജീവിതത്തിൻ്റെ നെരിപ്പോടിൽ ഉരുകിയപ്പോഴും ആ സാന്നിധ്യം കൂടെയുണ്ടായിരുന്നു. ഒരു ഉടമ്പടിയും വയ്ക്കാതെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തു നിറയാൻ അവൻ ചില്ലയൊരുക്കി. ഞാൻ അവനിൽ കണ്ടു നിണമണിഞ്ഞ മുഖം, ഈശോയുടെ തിരുമുഖം. നമുക്ക് കാതോർക്കാം മിന്നു ടീച്ചറിൻ്റെ ഗാനത്തിനായി. മനം നീറുമ്പോൾ സ്നേഹിതനായി നീ വരണേ, ഏകയാകുമ്പോൾ സ്നേഹമേകീടണമേ, മനം നീറുമ്പോൾ സ്നേഹിതനായി നീ വരണേ, ഏകയാകുമ്പോൾ ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനുരുകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനുരുകുമ്പോൾ, ദൈവമേ ആശ്രയം നീ മാത്രമേ, ദൈവമേ ആശ്രയം നീ മാത്രമേ. എന്തിനാണിൻ ജന്മമെന്ന് ചോദ്യമെന്തേ തോഴരാ, കണ്ണുനീർ മഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ, ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ, ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമായി കാണണമേ, നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ, സ്നേഹമേകീടണമേ, മനം നീറുമ്പോൾ സ്നേഹിതനായി നീ വരണേ, ഏകയാകുമ്പോൾ. പാതി വഴിയിൽ പാവമെന്നെ പിരിയരുതിൻ ദൈവമേ, പുലരുവോളം വഴിവിളക്കായി തെളിയണേ എൻ
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സ്നേഹം ഭക്ഷിക്കാൻ പഠിപ്പിച്ചവൻ, സ്നേഹം പാനം ചെയ്യാൻ മാതൃകയായവൻ, എൻ്റെയും നിൻ്റെയും പാപപരിഹാരത്തിനായി കാൽവരിയിൽ വീണുടഞ്ഞ രക്തപുഷ്പം. സത്യനായക എന്ന മനോഹരമായ ഹിറ്റ് ഗാനവുമായി എത്തുന്നത് നമുക്കേവർക്കും പ്രിയങ്കരിയായ വിജയലക്ഷ്മി ടീച്ചറുടെ ഭർത്താവ് ശ്രീ സുനിൽകുമാറാണ്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹദായക ശ്രീയേശുനായക. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേതെന്ന കർമ്മകാണ്ഡമേ, അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേതെന്ന കർമ്മകാണ്ഡമേ, നിൻ പ്രഭ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ, നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ, നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ശ്രീയേശുനായക.
സാഹചര്യങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതാവാം. പ്രതിസന്ധികൾ നമുക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നുണ്ടാവാം. അവിടെയെല്ലാം ഉൾക്കരുത്തോടെ നയിക്കാൻ കഴിയുന്നവനാണ് നേതാവ്. മിനി ടീച്ചറെ പോലെ സ്ഥാപനത്തിന്റെ വളർച്ച, സ്ഥിരത, സമൃദ്ധി ഇവയ്ക്ക് മുൻപിൽ മറ്റെല്ലാം നിഷ്പ്രഭം. ടീച്ചർ വരച്ചിടുന്ന വഴികളിലൂടെ ചുവട് തെറ്റാതെ നടന്നാൽ മാത്രം മതി സഹപ്രവർത്തകർക്ക്. ശക്തമായ കരങ്ങൾ, വ്യക്തമായ തീരുമാനം, ആത്മാവിൽ പ്രാർത്ഥന, അതാണ് മിനി ടീച്ചർ. സെയിന്റ് ഫിലോമിനാസ് ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിനി ഏലിയാസ് ടീച്ചറുടെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. പാപികളായ മാനവകുലത്തിന് സ്വർഗം സമ്മാനമായി നൽകാൻ ക്രിസ്തു കുരിശുമരണം വരിച്ചു. 3-ാം നാൾ ഉദ്ധിതനായി. ഈ മഹത്തായ ദിനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും നിറയ്ക്കട്ടെ. ഈശോയെ കുരിശിലേറ്റിയപ്പോൾ മോചിതനായ ബറാബാസിനെ പോലെ വിങ്ങുന്ന ഹൃദയത്തോടെ നമുക്കും പറയാം, ഇനി മുതൽ ഞാൻ അവനു വേണ്ടി ജീവിക്കും. ഇരുളിനെ ജയിച്ച് പ്രകാശം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും പുതിയ തുടക്കങ്ങളും അനുഗ്രഹങ്ങളും നിറയട്ടെ. ഈശോയുടെ ഉദ്ധാനം നമ്മെ പഠിപ്പിക്കുന്നത് ഇരുട്ടിനും നിരാശയ്ക്കും മുകളിൽ വെളിച്ചവും വിജയവും ഉണ്ടെന്ന സത്യമാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ വിജയം ഉറപ്പാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സെയിന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രയോർ ശ്രോതാക്കളെ, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സേവനത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കാൻ ഈ ഈസ്റ്റർ ഒരു വഴിത്തിരിവാകട്ടെ. കോവിഡ് കാലത്ത് കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്താൻ ലിറ്റിൽ കൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത് AD ആൻ്റണി സാർ ആയിരുന്നു. സാറിൻ്റെ മാർഗനിർദ്ദേശം ഈ വിദ്യാലയ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നു. ശാസ്ത്രീയമായ സമീപനവും മാനുഷികതയും ഒരുമിച്ച് ചേർന്ന വ്യക്തിത്വമാണ് സാറിൻ്റേത്. സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്ന സർ ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുന്നു. ഒപ്പം മുരളി രവത്തിൻ്റെ മാസ്മരീകതയിലേക്ക് റേഡിയോ പ്രയോർ ശ്രോതാക്കളെ ആനയിച്ച ഇംഗ്ലീഷ് അധ്യാപകൻ ജോസഫ് റോയ് സാറും പ്രവൃത്തി പരിചയത്തിലൂടെ സഹജീവി സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും ഉത്തമ മാതൃക സെയിന്റ് ഫിലോമിനാസിന് പകർന്നു നൽകിയ ജാക്കുലിൻ ടീച്ചറും, ഈ 3 അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും. ഈ വിദ്യാലയത്തിൻ്റെ പേരും പെരുമയും ലോകമെമ്പാടും എത്തിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന എൻ്റെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും, ഈ കലാലയത്തിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇത്രത്തോളം വളർത്തിയ എല്ലാ അധ്യാപകർക്കും, പ്രധാന അധ്യാപകർക്കും, നാട്ടുകാർക്കും, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കും, അവരുടെ മാതാപിതാക്കൾക്കും, എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. അന്ന് കാൽവരിക്കുന്നിൽ ആ കാരുണ്യത്തെ ക്രൂശിലേറ്റിയപ്പോൾ ഹൃദയത്തിലെങ്കിലും അവർ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും. നിന്റെ ദൈവത്തിന് പോലും രക്ഷിക്കാനാവാത്ത വിധം നിന്നെ ഞങ്ങൾ വകവരുത്തിയല്ലോ എന്നോർത്തിട്ട്. പക്ഷേ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ അങ്ങ് പറുദീസ മുതൽ പിഴക്കാൻ തുടങ്ങിയതല്ലേ. ഇവിടെയും പിഴച്ചു. കുരിശും കല്ലറിയും ശൂന്യമാക്കി അവൻ ജീവനിലേക്ക് തിരിച്ചു വന്നു. കാവൽ വിളക്കാകുവാൻ, പാപലോകം പവിത്രമാക്കാൻ, സ്നേഹതരംഗങ്ങൾ കൊണ്ട് ജീവശക്തിയേകാൻ. കേൾക്കാം നമുക്ക് ടീന ടീച്ചർ ആലപിക്കുന്ന ഒരു സുന്ദര ഗാനം. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാകുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാകുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ
ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ, മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ, നിന്റെ അനന്തമാ സ്നേഹതരംഗങ്ങൾ എന്നെ നയിക്കുന്ന ദിവ്യശക്തി, നിന്റെ വിശുദ്ധമാ വേദവാക്യങ്ങൾ എൻ്റെ ആത്മാവിനു മുക്തിയല്ലോ. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. നിന്റെ ചൈതന്യമി പ്രാണനാളങ്ങളിൽ എന്നും ചരിക്കുന്ന ശ്വാസമല്ലോ. നിന്റെ വിലാപം പ്രപഞ്ചഗോളങ്ങളിൽ എന്നും മുഴങ്ങുന്ന ദുഃഖരാഗം. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാകുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വച്ചു, എങ്കിലും ഈ കയ്പുനീരല്ലേ ദാഹശാന്തി എനിക്കു നൽകി. ഗുണമാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മനോഹരമായ കാലഘട്ടങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും. കേവലം 2 വർഷക്കാലം. അതെ, അത്രമാത്രമേ ഗ്ലോറി ടീച്ചർ സെന്റ് ഫിലോമിനാസിന്റെ സാരഥ്യം വഹിച്ചുള്ളൂ. പക്ഷേ 2 ദശാബ്ദത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കിയാണ് ടീച്ചർ പടിയിറങ്ങിയത്. റേഡിയോ പ്രിയോറിന്റെ വളർച്ചയിൽ ടീച്ചർ നൽകിയ പിന്തുണ നിസ്സാരമല്ല.
നടന്നകന്നെങ്കിലും ഇന്നും കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ശബ്ദം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. സെന്റ് ഫിലോമിനാസിന്റെ ഹെഡ് മിസ്ട്രസ്സായി 2022 മെയ് 9 മുതൽ 2024 മെയ് 31 വരെ നമ്മോടൊപ്പമായിരുന്ന ഗ്ലോറി ടീച്ചറിന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. മനുഷ്യ നന്മയ്ക്കു വേണ്ടി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ പ്രിയ സെയിൻറ്റ് ഫിലോമിനാസ് കുടുംബാംഗങ്ങൾക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാൽ സമ്പന്നമായ വിദ്യാലയമാണ് സെയിൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ. പുണ്യപാദ സ്പർശമേറ്റ മണ്ണിൽ വേരൂന്നിയതാണ് ഈ അക്ഷരമുത്തശ്ശി. കലാ, കായിക, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ് ഈ വിദ്യാലയത്തിൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് റേഡിയോ പ്രിയോർ. ഇത്തരമൊരു യൂട്യൂബ് ചാനൽ യാതൊരു മുടക്കവുമില്ലാതെ സംപ്രേഷണം ചെയ്യുക എന്നത് ശ്രമകരമായൊരു കാര്യമാണ്. അങ്ങനെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ ഉത്സുകരാകുന്നു എന്നതാണ് ഇതിൻ്റെ വിജയം. IT കോർഡിനേറ്ററായ ശ്രീ ജോളി സാറിൻ്റെ മനസ്സിലുദിച്ച ആശയം ശ്രീ AD ആൻ്റണി സാറിൻ്റെ കഠിന പരിശ്രമത്താൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് പൂർണ്ണതയിൽ എത്തിച്ചതാണ് റേഡിയോ പ്രിയോർ. കുനമാവിനെയും ചാവറയച്ചനെയും സ്നേഹിക്കുന്നവർക്ക് പ്രിയോർ എന്ന വാക്ക് അന്യമല്ല. സർ സ്ഥലം മാറിപ്പോയെങ്കിലും കുനമാവിൻ കുഞ്ഞുങ്ങൾ തൻ നാദം ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയ അധ്യാപകർ ഇനിയും ഹൃദയത്തിലേറ്റി മുന്നോട്ട് നയിക്കും തീർച്ച. പ്രിയ ആൻ്റണി സാറിൻ്റെ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുമ്പോൾ മുന്നോട്ടുള്ള നാളുകൾ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്നും ഇനിയും പുതിയ മേഖലകൾ കണ്ടെത്തി അവിടെ തൻ്റെ കഴിവ് പ്രകടമാക്കട്ടെ എന്നും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കാറ്റും കോളുമുള്ള ഒരു ദിവസം നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. ആകാശം ഇരുണ്ടു മൂടുന്നു, മിന്നൽ മിന്നിമറയുന്നു, കാതടപ്പിക്കുന്ന ഇടിമുഴക്കം, ഇതിനെല്ലാം അകമ്പടിയായി കോരിച്ചൊരിയുന്ന മഴയും. കയറി നിൽക്കാൻ ഒരിടം കിട്ടിയേ തീരൂ. ഒടുവിൽ നനയാതെ നിൽക്കാൻ സുരക്ഷിതമായ ഒരിടം കിട്ടി. എന്തൊരാശ്വാസം! ഈശോയെ അല്ലെങ്കിൽ ഈശ്വരനെ ജീവാദിനാഥനായി സ്വീകരിക്കുമ്പോഴുള്ള അതേ ആശ്വാസം. ആത്മാവിലും ഹൃദയത്തിലും, എന്തിനധികം തൻ്റെ ശ്വാസത്തിൽ പോലും സംഗീതം ആനന്ദമായി കൊണ്ടു നടക്കുന്ന റോയ് സാർ ആലപിക്കുന്ന ഒരു ഭക്തിഗാനം കേൾക്കാം. ഈശോയൻ ജീവാധിനായക എൻ ആശകൾ ആരാധ്യനായ നാഥ നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ആയൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക എൻ ആശകൾ ആരാധ്യനായ നാഥ നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വം ഇല്ല എന്നിൽ. നീ തന്നെയാണ്
നീയാണെൻ്റെ ജീവശക്തി. നീയല്ലാതെ അസ്തിത്വം ഇല്ല എന്നിൽ. കണ്ണിന് കൗതുകം നിൻ ദർശനം, കാതിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ ആരാധ്യനായ നാഥ. നാവിന്നു നൽപ്പും പുതുമധുവും നാഥ നീയല്ലാതെ വേറെയില്ല. നാവിന്നു നൽപ്പും പുതുമധുവും നാഥ നീയല്ലാതെ വേറെയില്ല. അത്യാശയോടെന്റെ ബുദ്ധി തേടും സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. വനത്തിലൂടാനയിച്ചു ഞാൻ, അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോൾ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ചിലരങ്ങനെയാണ്. ഉയർച്ച താഴ്ചകളെന്നില്ല, ഋതുഭേദങ്ങളെന്നില്ല, ദിനരാത്രങ്ങളെന്നില്ല, എന്നും എപ്പോഴും അവർ കൂടെ ഉണ്ടാകും. തുടക്കം മുതൽ ഇപ്പോൾ വരെ റേഡിയോ പ്രിയോറിനോടൊപ്പം നടക്കുന്നയാൾ അതാണ് ശ്രീമതി മേബിൾ ടീച്ചർ. തെറ്റുകൾ കണ്ടാൽ തിരുത്തിയും തളരുമ്പോൾ കൈപിടിച്ചുയർത്തിയും റേഡിയോ പ്രിയോറിനെ സ്നേഹിച്ച ശ്രീമതി മേബിൾ ടീച്ചർ. നമുക്ക് കാതോർക്കാം മേബിൾ ടീച്ചറിന്റെ ശബ്ദത്തിനായി. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പ്രിയപ്പെട്ട കുട്ടികളെ, അപൂർവം സ്കൂളുകളിൽ മാത്രം നടത്തിപ്പോരുന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ പ്രിയോർ. കഴിഞ്ഞ 283 എപ്പിസോഡുകളിലായി വളരെ മനോഹരമായി ആർജവത്തോടെ നടത്തുന്ന ഈ പരിപാടി കാലങ്ങളായി ഞാൻ കേൾക്കാറുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതിന് അവരെ പ്രാപ്തരാക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. കുട്ടികളെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസവും സർഗാത്മകതയും വർദ്ധിക്കും. തോൽവി ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല. നിങ്ങളൊരു കഥ കേട്ട് കാണും. സൂററ്റിലെ വിഖ്യാതമായ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ആഗ്രഹവുമായി ഒരു 16-കാരൻ വന്ന് എൻട്രൻസ് പരീക്ഷ എഴുതി. അവിടുത്തെ വിധികർത്താക്കൾ പറഞ്ഞു, പോരാ, മാർക്കുകൾ വളരെ കുറവ്. അമ്പേ പരാജയപ്പെട്ടു. അന്ന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ പേര് ഓർമ്മയില്ലെങ്കിലും അഡ്മിഷൻ കിട്ടാതിരുന്ന കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ റേഡിയോ പ്രിയോർ എന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റേഡിയോ പ്രിയോർ എന്ന ഈ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിൽ ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന AD ആന്റണി സാറിന്റെ പങ്ക് വളരെ വലുതാണ്. ഇത്തരുണത്തിൽ അദ്ദേഹത്തിന്റെ സേവനം സ്മരിക്കുന്നു.
ആന്റണി സാറിന് കർമ്മനിരതവും സമാധാനപൂർണവുമായ ഒരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. റേഡിയോ പ്രിയോർ എന്ന ഈ പ്രോഗ്രാം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹസമ്പൂർണവും സന്തോഷ സമൃദ്ധവുമായ നല്ല നാളുകൾ പുലരട്ടെ. ഏവർക്കും ഹൃദ്യമായ ഈസ്റ്റർ ആശംസകൾ. പുതുജീവന്റെ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തീയ വിശ്വാസത്തെ നിസ്തുലവും അർത്ഥപൂർണവുമാക്കുന്ന ചരിത്ര സത്യമാണ്. അഗ്നിച്ചിറകുള്ള മാലാകമാർ, ആകാശവീഥികളിലെ സ്വർഗീയ സംഗീതം, പ്രകാശപൂർണമായ ഉയർപ്പ്. താൻ പഠിപ്പിച്ചതിനെല്ലാം തൻ്റെ ഉയർപ്പിലൂടെ അവൻ അടിവരയിട്ടു. ജയ ടീച്ചർ എവിടെയൊക്കെ ആയിരുന്നാലും സെന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തമാണിപ്പോഴും. റേഡിയോ പ്രിയോറിനെയും ഈ വിദ്യാലയത്തെയും എന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ജയ ടീച്ചറുടെ ശബ്ദത്തിൽ ഒരു ഉയർപ്പ് ഗാനം കേൾക്കാം. അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി, അഗ്നിച്ചിറകുള്ള മാലാഖമാർ നിൽക്കെ യേശുദേവൻ ഉയർത്തു. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. നിന്റെ സ്നേഹത്തിൻ മുന്തിരിത്തോപ്പിൽ എന്നും ഉറങ്ങുന്നു ഞങ്ങൾ. നിന്റെ സ്നേഹത്തിൻ മുന്തിരിത്തോപ്പിൽ എന്നും ഉറങ്ങുന്നു ഞങ്ങൾ. നിന്റെ രക്തത്തിൻ മണ്ണിൽ മർത്യന്റെ പാപങ്ങളെല്ലാം നീ കഴുകി. നിന്റെ രാജ്യം വരേണം, മണ്ണിൽ സ്വർഗരാജ്യം വരേണം. നിന്റെ രാജ്യം വരേണം, മണ്ണിൽ സ്വർഗരാജ്യം വരേണം. അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി, അഗ്നിച്ചിറകുള്ള മാലാഖമാർ നിൽക്കെ യേശുദേവൻ ഉയർത്തു. ഈ പ്രപഞ്ചത്തിൻ സ്വർഗീയ സംഗീതം നീ എന്നറിയുന്നു ഞങ്ങൾ. ഈ പ്രപഞ്ചത്തിൻ സ്വർഗീയ സംഗീതം നീ എന്നറിയുന്നു ഞങ്ങൾ. നിന്റെ ലോകത്തിൽ ഞങ്ങൾ ഇതെന്നും പ്രാർത്ഥിച്ചു നീ കനിയേണമേ. നിന്റെ രാജ്യം വരേണം, മണ്ണിൽ സ്വർഗരാജ്യം വരേണം. നിന്റെ രാജ്യം വരേണം, മണ്ണിൽ സ്വർഗരാജ്യം വരേണം. അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി, അഗ്നിച്ചിറകുള്ള മാലാഖമാർ നിൽക്കെ യേശുദേവൻ ഉയർത്തു. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. കൊടുങ്കാട്ടിലന്നു നിങ്ങൾക്കായി മേഘദീപ
തൂണു തീർത്തു ഞാൻ അറിയാത്തോരപരാധങ്ങൾ ചുമത്തുന്നു നിങ്ങളിന്നെന്നിൽ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചില മനുഷ്യർക്ക് മാലാഖമാരുടെ മുഖമാണ്, ചില മാലാഖമാർക്ക് മനുഷ്യരുടെയും. തൊഴിലിടങ്ങളെ സ്വന്തമിടങ്ങളായി കാണുന്നവർ, തൊഴിലിടങ്ങൾക്കായി സ്വന്തമിടങ്ങൾ മാറ്റിവെക്കുന്നവർ, ഒറ്റച്ചിറകുള്ള മാലാഖമാരായി അവരങ്ങനെ പറന്നു നടക്കും. ആർക്കൊക്കെയോ സഹായമാകുവാൻ, എന്തൊക്കെയോ ചെയ്തു തീർക്കുവാൻ. ഒറ്റച്ചിറകുള്ള മാലാഖ, സിനി ടീച്ചറുടെ വാക്കുകളിൽ. റേഡിയോ പ്രിയോറിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ എപ്പോഴോ പ്രിയപ്പെട്ട ആന്റണി സാർ ഒറ്റച്ചിറകുള്ള മാലാഖയെക്കുറിച്ച് പറഞ്ഞതോർക്കുന്നു. നിങ്ങൾ ഒറ്റച്ചിറകുള്ള മാലാഖയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലൂച്ചാനോ ദേ എന്ന ഇറ്റാലിയൻ എഴുത്തുകാരൻ്റെ മനോഹരമായൊരു പദപ്രയോഗമാണ് ഒറ്റച്ചിറകുള്ള മാലാഖ എന്നത്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും ഒറ്റച്ചിറകുള്ള മാലാഖമാരാണ്. മറ്റൊരാളുടെ ചിറകുമായി ചേർത്ത് വെച്ച് മാത്രമേ നമുക്ക് പറന്നുയരാനാകൂ. എത്ര മനോഹരമായാണ് മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ പ്രത്തോറിയത്തിൻ്റെ പൂമുഖത്ത് പീലാത്തോസിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ നിന്നു, യേശുവും ബറാബാസും. അരമനയ്ക്കകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞ ജനസാഗരത്തോട് ചരിത്രത്തെ രണ്ടായി പിളർത്തിയ ചോദ്യമുയർന്നു: ഇവരിൽ ആരെ വേണം? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിനെയോ? മറുപടി ഒരു കൊലവിളിയായിരുന്നു. ക്രൂശിക്കപ്പെടാനായി ക്രിസ്തു അകത്തേക്കും വിമോചിതനായി ബറാബാസ് പുറത്തേക്കും. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള രക്ഷയുടെ ദൂരം ഒരു കുരിശളവാണെന്ന് നമ്മെ പഠിപ്പിച്ചവൻ കുരിശിലേറുന്നു. ജീവിത ദുഃഖവെള്ളികളിൽ ഉടലുന്ന നമ്മുടെ ചിറകിനോട് ചേർത്ത് വെക്കേണ്ടത് ക്രൂശിതനായ അവൻ്റെ ചിറകായിരുന്നില്ലേ? വീണ്ടും ഒരു ഉദ്ധാന തിരുനാൾ കൂടി. ഈ വേളയിൽ തിരിച്ചറിവുണ്ടാകണം: ഒറ്റ ചിറകുള്ള മാലാഖമാരാണ് നാം. നമ്മൾ പറന്നുയരണമെങ്കിൽ മറ്റൊരു ചിറക് കൂടി ചേർത്ത് വെക്കണം. ഇങ്ങനെ നമ്മെ തിരുത്തുന്ന, സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ചിറകുകളോട് ചേർന്ന് നിൽക്കാം. ഏവർക്കും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഈസ്റ്റർ ആശംസകൾ. നെഞ്ചുരുകും വേദനയിൽ കാൽവരി നിൽക്കെ, കണ്ണുനീരിൻ കവിതകളാൽ കരൾ പിളർക്കെ, നന്ദിയായി പാടുന്നു ദൈവമേ. കാൽവരിയിൽ വിരിഞ്ഞത് കഥനത്തിന്റെ കവിതകളായിരുന്നുവെങ്കിലും കാരുണ്യത്തിന്റെ തൂവൽ സ്പർശം കൊണ്ട് കൽപ്പാന്ത കാലത്തോളം അവനത് നന്ദിയുടെ ഗീതമാക്കി. സ്നേഹത്തിന്റെ ഈ വരികൾ റേഡിയോ പ്രിയോറിലൂടെ നമ്മൾ കേൾക്കുന്നത് രൂപ ടീച്ചറുടെയും രൂപ ടീച്ചറുടെ മകൻ ബെഞ്ചമിന്റെയും ശബ്ദത്തിലാണ്. വരൂ, നമുക്ക് കേൾക്കാം. നെഞ്ചുരുകും വേദനയിൽ കാൽവരി നിൽക്കേ, കണ്ണുനീരിൻ കവിതകളാൽ കരൾ പിളർക്കേ, ദൈവപുത്രനാകുമീശോ മൂന്നാം നാളിൽ ഉദ്ധിതനായി പാപമാകും അന്ധകാരം ഭൂവിൽ നിന്നും മാഞ്ഞതല്ലോ. മരക്കുരിശേറി ദൈവം മർത്യപാപം നീക്കിടുവാൻ, ഇരുളല നീക്കാൻ പാരിൽ
കതിരവനവൻ വന്നു നന്ദിയായി പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ നന്ദിയായി പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ പാപത്തിൻ്റെ കൂരിരുളിൽ ലോകത്തിൻ്റെ മായകളിൽ വീണുപോയ മാനവാ നീ ഉള്ളുരുകി കരഞ്ഞിടുമ്പോൾ കരമേകി നെഞ്ചോടു ചേർത്തണയ്ക്കാൻ പുതുജീവൻ നിന്നിൽ പകർന്നു നൽകാൻ ഉയർത്തെഴുന്നേറ്റവനീശോ ദൈവത്തിൻ സൂനു നിന്നേകരക്ഷകൻ ഈശോ. നന്ദിയാൽ പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ നന്ദിയാൽ പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ നെഞ്ചുരുകും കവിതകളാൽ കാൽവരി നിൽക്കേ കണ്ണുനീരിൻ വേദനയിൽ കരൾ പിളർക്കേ ദൈവപുത്രനാകുമീശോ മൂന്നാം നാളിൽ ഉദ്ധിതനായി പാപമാകുമന്ധകാരം ഭൂവിൽ നിന്നും മാഞ്ഞതല്ലോ. മരക്കുരിശേറി ദൈവം മർത്യപാപം നീക്കിടുവാൻ ഇരുളല നീക്കാൻ പാരിൽ കതിരവനവൻ വന്നു നന്ദിയാൽ പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ നന്ദിയാൽ പാടുന്നു ദൈവമേ. അൻപാർന്ന നിൻ ത്യാഗമോർക്കുമ്പോൾ രാജചെങ്കോലേന്തി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിന്നെൻ ചെന്നിണം തൂകി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഓർമ്മകൾക്ക് എന്തൊരു മധുരമാണ്, എന്തൊരു മിഴിവാണ്, പ്രത്യേകിച്ച് അത് ബാല്യകൗമാരങ്ങളിലേതാണെങ്കിൽ. മധ്യവേനലവധികൾക്ക് പറന്നു ചെല്ലാൻ അങ്ങകലെ ഒരു സ്നേഹക്കൂട്, അവിടെ കരുതലോടെ കാത്തിരിക്കാൻ ഒരു മുത്തച്ഛനും മുത്തശ്ശിയും, പൂ പറിച്ചും മാമ്പഴം പെറുക്കിയും തൊടിയിലൊക്കെ ഓടി നടക്കാൻ കുറേ കളിക്കൂട്ടുകാർ, സ്നേഹത്തിൽ പൊതിയാൻ ബന്ധുജനങ്ങൾ, അതിനിടയിൽ ആഘോഷങ്ങളുടെ കുളിരോർമ്മകൾ. എല്ലാവർക്കും ഉണ്ടാകും ഹൃദയത്തിനുള്ളിൽ എവിടെയോ ഉറഞ്ഞുപോയ നനുത്ത ചില ഓർമ്മകൾ. തൻ്റെ ബാല്യകാല മനോഹാരിതകൾ പങ്കുവെക്കുന്നു ലിനറ്റ് അന്റോണിറ്റോ ടീച്ചർ. സെൻറ്റ് ഫിലോമിന സ്കൂളിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ എന്ന ആശയത്തെ പൂർണ്ണതയിലെത്തിച്ച ആൻ്റണി സാറിൻ്റെ വിശ്രമ ജീവിതം അർത്ഥവത്തും മനോഹരവുമാകട്ടെ. റേഡിയോ പ്രിയോറിൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിൽ എന്തു പറയുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ ഓർമ്മയിലെ ഈസ്റ്റർ. എൻ്റെ ഈസ്റ്റർ ഓർമ്മകൾ മനോഹരമായ മാമ്പഴക്കാലത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ്. നഷ്ടബാല്യത്തിൻ്റെ നൈർമല്യമായ ഓർമ്മകൾ. ഡാഡിയുടെയും അമ്മയുടെയും ജോലി സംബന്ധമായി എൻ്റെ ബാല്യവും കൗമാരവുമെല്ലാം മലപ്പുറത്തായിരുന്നു. വാർഷിക പരീക്ഷയുടെ ആധിയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് കടന്നുവന്ന വേനലവധിയിലെ ഒരാഘോഷം മാത്രമായിരുന്നില്ല ഈസ്റ്റർ അന്ന്. എല്ലാ ഈസ്റ്ററും സമ്മാനിച്ചത് നിലമ്പൂരിലെ അമ്മ വീട്ടിലേക്കുള്ള യാത്രകളായിരുന്നു. അങ്ങോട്ടേക്കുള്ള ഓരോ യാത്രയും മധുരമായ ഓർമ്മകളാണ്. ഡാഡിയും അമ്മയും ഞങ്ങൾ 3 പേരും
ബസ്സും കയറി പിന്നെ ചാലിയാറിലൂടെ തോണിയിലും യാത്ര ചെയ്ത് അക്കരയെത്തും. അടുത്ത യാത്ര ജീപ്പിലാണ്. തേക്കിൻ കാടുകൾക്കിടയിലൂടെ കുണ്ടും കുഴിയും നിറഞ്ഞ ചെമ്മൺ പാതയിലൂടെ പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ചു പോകും. ഇപ്പോൾ ആ വഴിയൊക്കെ ധാരാളം ബസ്സുണ്ട്, പാലവും വന്നു. അങ്ങനെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് അമ്മയുടെ നാടായ വെള്ളിമുറ്റത്താണ്. ഈസ്റ്റർ ആഘോഷിക്കാൻ വരുന്ന ഞങ്ങളെയും കാത്ത് ചാച്ചനും അമ്മച്ചിയും അമ്മയുടെ സഹോദരങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും. എൻ്റെ കണ്ണ് ആദ്യം ചെല്ലുന്നത് മുറ്റത്ത് നിൽക്കുന്ന മാവുകളിലേക്കായിരിക്കും. സമാധാനം, നിറയെ മാങ്ങകൾ. ഈസ്റ്റർ ഒരുക്കങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴോ പറയാനേറെ. ഈസ്റ്ററിൻ്റെ തലേന്ന് തന്നെ ആൻറ്റിമാരും അമ്മയുമെല്ലാം അടുക്കളയിൽ തകൃതിയായ പാചകമായിരിക്കും. ഇന്നത്തെ പോലെ കുറേ വിഭവങ്ങളൊന്നും അന്നില്ലല്ലോ. തേങ്ങ കൊത്തിട്ട് വരട്ടിയ പോത്തിറച്ചിയും അമ്മച്ചിയുടെ സ്വന്തം നാടൻ കോഴിക്കറിയും മീൻ വറ്റിച്ചതുമെല്ലാം തലേന്ന് റെഡി. ഞങ്ങൾ കുട്ടികളോ പലഹാരങ്ങൾ കഴിച്ചും മാങ്ങ പെറുക്കിയും തിരക്കോട് തിരക്കിൽ. അതിനിടയിൽ ചാച്ചൻ്റെ വക ഒരു കലാവിരുതുണ്ട്. ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തെയും കൊണ്ട് ചാച്ചൻ തോട്ടിലേക്കൊരു നടപ്പ് നടക്കും. അവിടെ ചെന്നിട്ട് തലയിലെ തോർത്തുമഴിച്ച് ചാച്ചൻ പണി തുടങ്ങും. എന്താണെന്നോ? മീൻപിടുത്തം. തോട്ടിലെ കുളിയും മീൻപിടുത്തവുമായിട്ട് ഞങ്ങൾ ഉഷാർ. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് പാതിരാ കുർബാനയ്ക്കുള്ള പോക്ക്. കുറേ ദൂരം നടന്നാലേ പള്ളിയിലെത്തും. ചാച്ചനും ഡാഡിയുമെല്ലാം ടോർച്ചും പിടിച്ച് മുമ്പിൽ നടക്കും, ബാക്കി എല്ലാവരും പുറകെ. മലമുകളിലുള്ള ആ പള്ളിയും അതിൻ്റെ പടവുകളുമെല്ലാം ഈസ്റ്റർ ഓർമ്മകളെ സുന്ദരമാക്കുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാകും. ഞങ്ങളെല്ലാം പാതി ഉറക്കത്തിലും. ഈസ്റ്റർ രാവിലെ മുറത്തിൽ ചുട്ടുവച്ചിരിക്കുന്ന കള്ളപ്പവും ആവി പറക്കുന്ന ഇറച്ചിക്കറിയും, എല്ലാവരും ഒരുമിച്ചുള്ള ഭക്ഷണവും വിശേഷങ്ങളുമെല്ലാം മനോഹരമായ ഓർമ്മകൾ. ഈസ്റ്റർ ആഘോഷവും വേനലവധിയും കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ അന്നുണ്ടായ സന്തോഷം ഇന്ന് പലപ്പോഴും ജീവിതത്തിൻ്റെ വേനലുകൾക്ക് കുളിരാകാറുണ്ട്. ഇന്ന് ഓരോ ഈസ്റ്റർ വന്നു പോകുമ്പോഴും മനസ്സിൽ നിറയുന്നത് ആ ബാല്യത്തിൻ്റെ മധുരം തന്നെയാണ്. ഒന്ന് ആഗ്രഹിച്ചോട്ടെ, മനസ്സിൽ പതിഞ്ഞ ആ പഴയ ഈസ്റ്റർ ദിനങ്ങളും മാമ്പഴക്കാലവുമെല്ലാം ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിൽ. ഒരു കാലത്തിനും മായ്ക്കാനാവാത്ത ഒത്തിരി സുന്ദരമായ ഓർമ്മകൾ നൽകിയാണ് നമ്മുടെ ക്ലർക്കായിരുന്ന ഷാജു ചേട്ടൻ വിരമിച്ചത്. ജോലിഭാരം തളർത്തുമ്പോൾ ഷാജു ചേട്ടൻ്റെ സൗഹൃദത്തോടുള്ള സംഭാഷണങ്ങളും സാന്ത്വനത്തോടെയുള്ള പെരുമാറ്റവും മനസ്സിന് അയവ് നൽകിയിരുന്നു. ഇനി നമുക്ക് ഷാജു ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ, ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദപ്പാൽ കടലോരം, കാണാതെ കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ, മൂവന്തിച്ചേലോലും മുത്തേ, മേലെ മേലെ മാനം മാനം നീളെ
മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ, മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒരു റോമൻ കത്തോലിക്ക സന്യാസിനിയും യോഗിനിയും മരിയൻ ദർശകയും പഞ്ചശതക്കാരിയുമായിരുന്ന ആനി കാതറിൻ എമറിച്ച് ജർമ്മനിയിലാണ് ജനിച്ചത്. യേശുവിൻ്റെ ജീവിതത്തെയും പീഡാസഹനത്തെയും സംബന്ധിച്ച് വിശുദ്ധ മാതാവിൽ നിന്ന് ആത്മീയ നിർവൃതി ലഭിച്ചതായി പറയപ്പെടുന്ന ദർശനങ്ങളുടെ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആനി കാതറിൻ എമറിച്ചിൻ്റെ പീഡാനുഭവ ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ വിചിന്തനമാണ് ഇവിടെ ഹിമി ടീച്ചർ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്ക് കേൾക്കാം. ഈസ്റ്റർ ഞായറിൻ്റെ ഉയർപ്പിനും സന്തോഷത്തിനും പിന്നിൽ ഒരു കാൽവരിയുടെ കഥയുണ്ട്. കാൽവരിയിലെ കഠിന പീഡകൾ സഹനത്തിൻ്റെ തീച്ചൂളയിലോ കല്ലറയുടെ ശൂന്യതയിലോ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ ഈശോയുടെ പീഡാനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ എന്ന ആൻ കാതറിൻ എമറിച്ച് എന്ന മിസ്റ്റിക്കിൻ്റെ ദർശനങ്ങൾ എന്ന പുസ്തക വിചിന്തനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, അതിനാൽ അവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കാം, പീലാത്തോസ് കൽപ്പന നൽകി. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്നാർപ്പ് വിളിച്ചിരുന്നവർക്കിടയിലൂടെ വലിച്ചിഴച്ച് ഈശോയെ അവർ കൊണ്ടുപോയി. മാറി മാറി പീഡകർ ഉഗ്രകോപത്തോടെ ഈശോയെ പ്രഹരിച്ചു. മുള്ളുകൾ നിറഞ്ഞ കുടുക്കുകളും കീറലുകളുമുള്ളൊരു വടിയാണ് അവരതിനുപയോഗിച്ചത്. ഓരോ അടിക്കും മാംസം ചീന്തി പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. നിവർന്നു നിൽക്കാൻ ശക്തിയില്ലാത്ത അവിടുത്തെ ശരീരം കയർ കെട്ടി തൂണിൽ ബന്ധിച്ചു. ശേഷം കൈപ്പത്തികൾ മുകളിൽ ഇരുമ്പ് വളയത്തോട് ബന്ധിച്ചു. അവർ വീണ്ടും ആഞ്ഞടിച്ചു. നീണമൊഴുകി തുറക്കാൻ പറ്റാത്ത കണ്ണുകൾ ഉയർത്തി അവിടുന്ന് അവരെ നോക്കി. അവർ ഒരു മുൾമുടി മെടഞ്ഞ് കൂർത്ത മുള്ളുകൾ ശിരസിൽ തുളച്ചു കയറും വിധം അവൻ്റെ ശിരസിൽ തറച്ചു വെച്ചു. വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഓശാന പാടിയ ജനക്കൂട്ടം ആർത്തലറുന്നുണ്ടായിരുന്നു. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഈ സമയത്തൊക്കെ മകൻ്റെ ചിതറിവീണ മാംസത്തുള്ളികൾ തന്ന വേദന തൻ്റെ തന്നെ ശരീരത്തിൽ സഹിച്ച് മറിയം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നീളമുള്ള മേലങ്കി കൊണ്ട് ശരീരം മൂടി മകൻ്റെ നേർക്ക് കൈകൾ നീട്ടി അവിടുത്തെ നിണമണിഞ്ഞ കാൽപാദങ്ങൾ നോക്കി വിറങ്ങലിച്ച് നിന്നിരുന്നു. തനിക്കേൽക്കേണ്ടി വന്ന പ്രഹരങ്ങളാൽ ദാഹിച്ചു വരണ്ടുണങ്ങിയ ഈശോയുടെ നാവുകളെ ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം നനച്ചുകൊണ്ടിരുന്നു. തികച്ചും അപമാനിതനായി ഈ നിലയിൽ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടങ്ങൾ കണ്ടു രസിക്കുന്നതിനായി പടയാളികൾ ഈശോയെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവനെ ക്രൂശിക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഈശോയെ കുരിശുമരണമെന്ന പരമമായ അപമാനത്തിന് അവർ ഏൽപ്പിച്ചു കൊടുത്തു. കയ്യഫാസിൻ്റെ സിംഹാസനത്തിൽ വെച്ച് ഉരിഞ്ഞു മാറ്റിയ വസ്ത്രം വീണ്ടും ധരിപ്പിക്കുന്നതിനായി ഈശോയെ തിരികെ അങ്കണമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർ യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക്
അവനെ കുരിശിൽ തറക്കാനിരുന്ന കുരിശ് എറിഞ്ഞു. തനിയെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്നതിനാൽ കുരിശ് വീണുപോകാതിരിക്കാൻ അതിൻ്റെ ചുവട്ടിൽ കയർ ബന്ധിച്ചു. യേശുവിനെ കൂടാതെ 4 പേർ കുരിശു നിയന്ത്രിച്ചു. മുറിവുകൾ നീരുവച്ച് രക്തവും വെള്ളവും ഒലിച്ച് വേദനിച്ച് നഗ്നപാദങ്ങളോടെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ പേറി ഈശോ യാത്രയായി. കുരിശ് നിയന്ത്രിച്ചിരുന്ന പട്ടാളക്കാർ മുന്നോട്ടും പിന്നോട്ടും തങ്ങളുടെ ഇഷ്ടം പോലെ വലിച്ചിരുന്നതിനാൽ ഈശോ വളരെ ക്ലേശിച്ചു. ശരീരമാകെ മുറിവുകളാൽ മൂടപ്പെട്ട് ഇളകുന്ന കുരിശും ചങ്ങലയും മുറിവുകളോടൊട്ടിക്കിടന്ന പരുക്കൻ വസ്ത്രങ്ങൾ ഉരഞ്ഞ് ദുസ്സഹമായ വേദനയനുഭവിച്ച് പരിഹാസങ്ങൾക്കിടയിലൂടെ നീയവൻ്റെ ചുണ്ടുകൾ മനുഷ്യരോടുള്ള സ്നേഹവും പിതാവിനോടുള്ള വിധേയത്വവും വിളിച്ചു പറഞ്ഞിരുന്നു. മർദ്ദനവും പീഡകളും ദയയില്ലാത്ത പട്ടാളക്കാരുടെ തള്ളലും ഈശോ മുന്നിലുള്ള കല്ലിൽ തട്ടി വീണു. എഴുന്നേൽപ്പിക്കാൻ അവർ ചമ്മട്ടി കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചു. കുട്ടികളും സ്ത്രീകളും ഭയപ്പെട്ട് അലറിക്കരഞ്ഞു. മകനെ കാത്തുനിന്ന അമ്മ സങ്കടമടക്കാനാവാതെ നിലത്തു വീണ് കൈകൾ സ്വർഗത്തിലേക്കുയർത്തി സ്വർഗീയ സഹായം അപേക്ഷിച്ചു. ഈശോയുടെ അമ്മയാണെന്നറിഞ്ഞ പടയാളികൾ കൂടുതൽ പരിഹസിച്ച് കുരിശിൽ തറയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കരതലങ്ങളിലും തൃപ്പാദങ്ങളിലും അടിച്ചിറക്കാനുള്ള കാരിരമ്പാണി ഉയർത്തിക്കാട്ടി അവളെ പരിഹസിച്ചു. അനുകമ്പയോടും ദുഃഖത്തോടും ഈശോ അമ്മയെ നോക്കി. അവൻ കാലിടറി 2ാം പ്രാവശ്യവും വീണു. പടയാളികൾ കുരിശിൻ്റെ കുറുകെയുള്ള ദണ്ഡ് അഴിച്ചെടുത്ത് യേശുവിനെ ബന്ധിച്ചു. മറുഭാഗം ഉയർത്തുന്നതിന് ശിമയോൻ എന്നൊരാൾ മുന്നോട്ട് വന്നു. യാദൃച്ഛികമായി അവിടെ എത്തിയ യേശുവിൻ്റെ സുഹൃത്ത് വേറോനിക്ക സഹതാപത്താൽ ഒരു തൂവാലയെടുത്ത് ഈശോയുടെ മുഖം തുടച്ചു. രക്തം കട്ട പിടിച്ച് ഈശോയുടെ തന്നെ രൂപം ആ തൂവാലയിൽ പതിഞ്ഞു. 12 മണിയായപ്പോൾ യേശു താൻ ക്രൂശിക്കപ്പെടേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. കുരിശോടുകൂടെ അവിടെ വീണ്ടും നിലത്ത് വീണു. പടയാളികൾ അരയിൽ കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് യേശുവിനെ വലിച്ചു പൊക്കി. കുരിശിൻ്റെ കുറിയ ദണ്ഡ് അഴിച്ച് നിലത്തെറിഞ്ഞു. ഇതാ രാജാവേ, നിനക്കുള്ള സിംഹാസനം എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ആർത്തട്ടഹസിച്ചു. യേശുവിൻ്റെ കുരിശിൻ്റെ കുറിയ ദണ്ഡ് അതിൻ്റെ പ്രധാന ഭാഗത്തോട് ചേർന്ന് ബന്ധിച്ച് കാൽ താങ്ങുന്നതിനുള്ള മരക്കട്ട ഉറപ്പിച്ചു. ശരീരം കുരിശിൽ നിന്ന് വേറിട്ട് തൂങ്ങിക്കിടക്കാൻ തലയും പുറവും വയ്ക്കേണ്ട കുഴികളുണ്ടാക്കി. പീഡാനുഭവ ദൈർഘ്യം വർദ്ധിക്കുന്നതിനായിരുന്നു അത്. ചാട്ടവാർ അടിമൂലം ചുമലുകൾ പുറവും ആഴത്തിൽ മുറിഞ്ഞ് അസ്ഥികൾ ദൃശ്യമായിരുന്നു. കുരിശിൻ്റെ കുറിയ ദണ്ഡിൽ ഉണ്ടായിരുന്ന പഴുതിനു മീതെ കയർ കൊണ്ട് കൈകൾ ബന്ധിച്ചു. പടയാളികൾ നെഞ്ചിൽ ചവിട്ടി. നന്മ ചെയ്യുന്നതിനായി മാത്രം തുറന്നു പിടിച്ച കൈകളിൽ ആണികൾ അടിച്ചു കയറ്റി. ഘാതകരുടെ അമർത്തിവെച്ച കൈകളുടെ മീതെ കൂടി രക്തം ചീറ്റിയൊഴുകി. മറ്റേ കരം പഴുതിൽ എത്തുന്നതുവരെ ശക്തിയായി വലിച്ചു നീട്ടി. വേദന കൊണ്ട് ഈശോയുടെ മാറിടമുയർന്നു. കാലുകൾ ചുരുങ്ങി. യേശുവിൻ്റെ കൈകൾ വലിച്ചു നീട്ടിയതുപോലെ ശരീരം കുരിശിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നവിടുന്ന് പിതാവിനെ വിളിച്ചു കരഞ്ഞു. പിന്നീട് നീളമുള്ളൊരു ഇരുമ്പാണി ഇരുപാദങ്ങളിലൂടെയും കയറ്റി ശരീരം വലിച്ചു നീട്ടി ആണി അടിച്ചു കയറ്റി. ചുറ്റിക വായുവിൽ ഉയർന്നു താണു. ഇതാണ് വേദനയുടെ കാൽവരി. ജീവിതത്തിൻ്റെ കനൽ ചൂടിൽ നിസ്സഹായതയിലൂടെ ദൈവമേ, നീ പോലും എന്നെ മറന്നു എന്ന് കരഞ്ഞു കേഴുമ്പോൾ ഓർക്കുക. ഈശോയോടൊപ്പം അവിടുത്തെ കാൽവരി പങ്കുവയ്ക്കാൻ ഒരു അനുഭവമാണ് അവിടുന്ന് നമുക്ക് കഴിഞ്ഞു തന്നത്. പീഡാനുഭവത്തിലോട് നമ്മെ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ വാക്കുകൾ പറയുന്നു. കേൾക്കുക, മകനെ, മകളെ, ഭയപ്പെടേണ്ട. നീ വഹിക്കുന്ന ഈ കുരിശിൽ
ഞാനുണ്ട്. നീ എൻ്റെ വേദനയിൽ ഒന്ന് ചേർന്നു നിൽക്കുന്നേയുള്ളൂ. നീ എൻ്റെ കരങ്ങളിലാണ്, സുരക്ഷിതര. എൻ്റെ നെഞ്ചിലേക്ക് ചുമൽ ചായച്ചു കൊള്ളുക. നിർമ്മലമായ മനസ്സും കളങ്കമില്ലാത്ത ചിരിയുമാണ് കുട്ടിക്കാലത്തിൻ്റെ സൗന്ദര്യം. ഉത്തരവാദിത്തങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം, ചെറിയ കാര്യങ്ങളിലെ സന്തോഷം, കളിചിരികൾ, കൗതുകം, മുതിർന്നവരുടെ സ്നേഹം, കാലം എത്ര കഴിഞ്ഞാലും അവിസ്മരണീയമായി മനസ്സിൽ നിൽക്കുന്ന ഓർമ്മകൾ. മഴയെയും വെയിലിനെയും മണ്ണിനെയും സ്നേഹിച്ച ആ സുന്ദരകാലത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ സ്വന്തം ഷിഫ ടീച്ചർ. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. കണ്ണുകൊണ്ടായിരം കവിതകളെഴുതിയൻ കളിക്കൂട്ടുകാരി നീ പണ്ട്. കുപ്പിവളയിട്ട കൺമണി നീയൊരു കുഞ്ഞു കിനാമഷിത്തണ്ട്. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. പുഞ്ചിരിപ്പൂവേ നിനക്കു ചുറ്റും എൻ്റെ നെഞ്ചൊരു പഞ്ചാരവണ്ട്. പുഞ്ചിരിപ്പൂവേ നിനക്കു ചുറ്റും എൻ്റെ നെഞ്ചൊരു പഞ്ചാരവണ്ട്. 5-6 നാഴിക നമ്മളൊരുമിച്ച് കൊഞ്ചിക്കുഴഞ്ഞന്നു പണ്ട്. കണ്ണു നിറഞ്ഞുപോയി അന്നൊരു സന്ധ്യയിൽ നിൻ കളിവാക്കുകൾ കൊണ്ട്. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. തെച്ചിപ്പൂവാണെന്നു തോന്നി ഞാൻ നുള്ളി നിൻ കൊച്ചുമറുകുള്ള ചുണ്ട്. പട്ടുപാവാടതൻ തുമ്പാൽ മിഴി പൊത്തി പൊട്ടിക്കരഞ്ഞു നീ പണ്ട്. ബാല്യവും കൗമാര കാലവും പിന്നിട്ട് പോയി മറഞ്ഞു തിരിയാണ്ട്. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. കണ്ണുകൊണ്ടായിരം കവിതകളെഴുതിയൻ കളിക്കൂട്ടുകാരി നീ പണ്ട്. കുപ്പിവളയിട്ട കൺമണി നീയൊരു കുഞ്ഞു കിനാമഷിത്തണ്ട്. എഞ്ചുവടിത്താളിൽ സൂക്ഷിച്ചു ഞാനൊരു മഞ്ജുമയിൽ പീലിത്തുണ്ട്. കുരിശിന്മേലാണി കണ്ടു ഞാൻ, ഭീകരമാം മുള്ളുകൾ കണ്ടു. വികാരങ്ങൾ കുന്നുകൂടുന്നു, കണ്ണുനീരിൻ ചാലു വീഴുന്നു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇന്ന് 284 എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന സെയിൻറ്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോറിൻ്റെ ശില്പി ആൻ്റണി സാർ.
കൊറോണ കാലത്ത് കുട്ടികളുടെ കലാഭിരുചികളെ വളർത്താനായി ഒരുക്കിയ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചത് ഒരു കൊച്ചു ക്ലാസ് മുറിയിൽ നിന്നാണ്. നേരിട്ട വെല്ലുവിളികൾ കഠിനം തന്നെയായിരുന്നു. മുൻപരിചയമില്ലാത്ത മേഖല, വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞുപോയ കുട്ടികൾ, റെക്കോർഡിംഗ്, ടെക്നിക്കൽ വർക്കുകൾ, അങ്ങനെ പരിമിതികളായിരുന്നു ഏറെയും. പക്ഷേ ആന്റണി സാറിൻ്റെ ദൃഢനിശ്ചയം റേഡിയോ പ്രിയോറിനെ യാഥാർത്ഥ്യമാക്കി. ആദ്യകാലങ്ങളിൽ ഒറ്റയ്ക്ക് ഓരോ എപ്പിസോഡും ഒരുക്കി. പിന്നീട് എല്ലാ അധ്യാപകരെയും ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. താൻ തുടങ്ങി വെച്ചത് വിജയിച്ചിട്ടാണ് സാർ സെൻറ്റ് ഫിലോമിനാസിൽ നിന്നും സെയിൻറ്റ് ആൽബർട്ട്സിലേക്ക് യാത്രയായത്. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുമ്പോൾ സാറിന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം. പ്രത്യാശയുടെ ഉത്സവമായ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് റേഡിയോ പ്രിയോറിൻ്റെ 284 എപ്പിസോഡിലാണ്. ഏതൊരു ഉദ്യമത്തിൻ്റെയും വിജയം സ്റ്റഡിയായ പ്രവർത്തനങ്ങളാണ്. ഞായർ എന്നുണ്ടോ, 8 AM എന്ന സമയമുണ്ടോ, കൃത്യമായി സംപ്രേഷണം തുടരുന്ന കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഡിയോ പ്രിയോറിൻ്റെ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. റേഡിയോ പ്രിയോറിൻ്റെ വീക്ക്ലി പോസ്റ്ററിൽ നമുക്ക് കുട്ടികളുടെ പേരും കാണാൻ സാധിക്കും. വിത്ത് ദ ടെക്നിക്കൽ സപ്പോർട്ട് ഓഫ് എന്ന് വെച്ചിട്ട് കുട്ടികൾ വിവിധ രംഗങ്ങളിൽ കഴിവുകൾ നേടുകയും സ്വന്തമായിട്ട് ചെയ്യുവാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നു എന്നുള്ളതും റേഡിയോ പ്രിയോറിൻ്റെ നേട്ടങ്ങളിൽ ഒന്നാണ്. സ്കൂൾ റേഡിയോ എന്നത് പുതുമയുള്ളതല്ല. പക്ഷേ കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഡിയോ പ്രിയോർ പോലെ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന സ്കൂൾ റേഡിയോകൾ വളരെ കുറവായിരിക്കും. ഒരു കോവിഡ് കാലത്താണ് സ്കൂൾ IT ക്ലബ്ബായ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ റേഡിയോ രൂപത്തിലുള്ള പരിപാടികൾ യൂട്യൂബ് ചാനലായി തുടങ്ങിയാലോ എന്ന ആശയം ഹെഡ് മാസ്റ്ററായിരുന്ന ശ്രീ സാലു തൈക്കുടൻ സാറിനോട്, IT മാസ്റ്ററും മാത്സ് അധ്യാപകനുമായ ജോളി സാറിനോടും ശോഭ ടീച്ചറിനോടുമൊപ്പം അവതരിപ്പിക്കുന്നതിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. കോവിഡിൻ്റെ കാലത്ത് കുട്ടികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ന് 284 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ സന്ദേശങ്ങളായും ഗാനങ്ങളായും വിവിധ കലാരൂപങ്ങളായും എത്രയോ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശബ്ദം ശ്രോതാക്കളിലേക്ക് എത്തിയിട്ടുണ്ടാവും. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് RJ ആയ കുട്ടികളെ സ്കൂളിൽ വരുത്തി റെക്കോർഡ് ചെയ്യുക, കുട്ടികൾക്ക് പരിപാടികൾ ഏതെന്ന് ഫോണിൽ പറഞ്ഞു കൊടുത്ത് അവർ വീട്ടിൽ നിന്നും റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്നത് ഒരുമിച്ചാക്കുക, കമ്പൈൽ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ക്രമപ്പെടുത്തുക. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തേതുപോലെ തന്നെ അന്നും വളരെ ഭംഗിയായി ചെയ്തിരുന്നത് ജോളി സാറും ശോഭ ടീച്ചറുമാണ്. ഇതിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നത് അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന സാലു സാറും തുടർന്ന് വന്ന HM ഗ്ലോറിയ ടീച്ചറും ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് മിനി ഏലിയാസ് ടീച്ചറുമാണ്. മുഴുവൻ അധ്യാപകരുടെയും പിന്തുണ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. തുടക്കത്തിൽ തീം സോങ്ങിന് ഈണവും സംഗീതവും നൽകിയത് എറണാകുളം സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്ന അലക്സാറും ഇപ്പോഴത്തെ തീം സോങ്ങിന് വരികൾ എഴുതിയത് ഹിന്ദി അധ്യാപികയും ലിറ്റിൽ കൈറ്റ്സ് മിസ്റ്റസുമായിരുന്ന ഷീൻ ടീച്ചറും ഈണവും ശബ്ദവും നൽകിയത് സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകനായ സുബിൻ ഇഗ്നേഷ്യസ് സാറുമാണ്. വിവിധ TV ചാനലുകളിലും FM റേഡിയോകളിലും റേഡിയോ പ്രിയോറിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന കാര്യമാണ്. എല്ലാ രംഗത്തും ഇന്ന് മികവിൻ്റെ പര്യായമായി കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കഴിഞ്ഞു. മികച്ച അക്കാദമിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, കോമ്പൗണ്ട്, നോൺ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഒരു പ്രൊഫഷണലിസം ഇന്ന് സെൻറ്റ് ഫിലോമിനാസിൻ്റെ മുഖമുദ്രയാണ്. ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി മിനി ഏലിയാസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ഒരു മനസ്സോടെ ഈ വിദ്യാലയത്തെ
നയിക്കുന്നത് കാണുമ്പോൾ ഞാനും ഒരിക്കൽ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും റേഡിയോ പ്രിയോർ എന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം. താങ്ക് യു. നമസ്കാരം. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷാനി ടീച്ചർ. SSLC പരീക്ഷകൾ വിജയകരമായി പൂർത്തിയായി. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും റേഡിയോ പ്രിയോറിൻ്റെ വിജയാശംസകൾ. മാർച്ച് 31 മധ്യവേനൽ അവധിക്കായി വിദ്യാലയം അടച്ചു. ഇനി 2 മാസം കുട്ടികൾക്ക് കളിച്ചിരികളുടെ കാലം. ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുകടക്കരുതെന്നും അപകടകരമായ കളികളിൽ ഏർപ്പെടരുതെന്നും ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിനി ഏലിയാസ് ടീച്ചർ മുന്നറിയിപ്പ് നൽകി. 21 വർഷത്തെ തൻ്റെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം ശ്രീ റോയ് സാർ മാർച്ച് 31 സർവീസിൽ നിന്നും വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ രസകരമായ ഇംഗ്ലീഷ് ക്ലാസ്സുകളും ശ്രുതിമധുരമായ ഗാനങ്ങളും ലയസുന്ദരമായ ഓടക്കുഴൽ നാദവും എല്ലാം ഇനി ഓർമ്മകളിലേക്ക്. റേഡിയോ പ്രിയോറിൻ്റെ ശില്പി ശ്രീ AD ആൻ്റണി സാറും വലാർപാടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്നു. കാലം കയ്യൊപ്പ് ചാർത്തിയ ഈ യൂട്യൂബ് ചാനൽ വിദ്യാലയ ചരിത്രത്തിൽ കോറിയിട്ടുകൊണ്ട് യാത്രയാവുകയാണ് ആൻ്റണി സാർ. ഇരുവർക്കും റേഡിയോ പ്രിയോറിൻ്റെ അഗൈതവമായ നന്ദിയും യാത്രാമംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. 2026-27 അധ്യയന വർഷത്തിലെ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ പുരോഗമിക്കുന്നു. ഈ വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ഉറപ്പാക്കണമെന്ന് ഹെഡ് മിസ്ട്രസ് ഓർമ്മിപ്പിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ അവസാനിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും റേഡിയോ പ്രിയോറിൻ്റെയും സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഈ ഈസ്റ്റർ ദിനത്തിൽ സെയിന്റ് ഫിലോമിനാസ് എന്ന അമ്മ മരത്തണലിൽ ഒരുമിച്ച് കൂടിയതാണ് ഞങ്ങൾ. അതിന്റെ ബാക്കി പത്രമാണ് റേഡിയോ പ്രിയോറിന്റെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ്. ഒപ്പം റേഡിയോ പ്രിയോറിന്റെ ശില്പി ആന്റണി സാറിന് ആദരവുകൾ അർപ്പിക്കുകയായിരുന്നു ഓരോരുത്തരും. ഇനിയും ഏറെ എപ്പിസോഡുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. മനസ്സുകൾക്ക് ഏറെ ആനന്ദം പകർന്നു നൽകിക്കൊണ്ട് റേഡിയോ പ്രിയോർ ഇനിയും പറന്നെത്തട്ടെ ഓരോ ശ്രോതാവിലേക്കും. കാലങ്ങൾ കഥ പറയുമ്പോൾ സെയിന്റ് ഫിലോമിനാസിനൊരു പൊൻതൂവലും ആന്റണി സാറിനൊരു ഓർമ്മക്കുറിപ്പുമായി ലോകം മുഴുവൻ സഞ്ചരിക്കട്ടെ നമ്മുടെ സ്വന്തം റേഡിയോ പ്രിയോർ. ഞങ്ങൾ ടീം സെയിന്റ് ഫിലോമിനാസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ പ്രിയോ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം.